ചെയ്യുവാൻ, പ്രാർത്ഥിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, ഗാനങ്ങൾ പാടുവാൻ, നല്ല സങ്കീർത്തന ദൂതുകൾ, അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. എല്ലാ വിടുതലിനും തുടർന്നുള്ള ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഈ രാവിലെ കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കുന്ന സങ്കീർത്തനം നമുക്ക് തന്നതിനായി സ്തുതിക്കുന്നു. മൂന്നാം സങ്കീർത്തനമാണ് വായിച്ചത്. അതിന്റെ മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നതിനുമാകുന്നു. അതിലാണ് എന്നെ വളരെ സ്വാധീനം രാവിലെ ചെലുത്തിയത്. നല്ല സങ്കീർത്തന ദൂത്, ഒരു വലിയ മെസ്സേജ് അതിനകത്തുണ്ട്. 3 ദൂതായിട്ട് വേർതിരിക്കാൻ പറ്റും, എന്നാൽ അതിനൊന്നും വേറെ സമയം എടുക്കുന്നില്ലല്ലോ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നതാകുന്നു. നമുക്ക് പരിചയമായ, നമ്മൾ ചുറ്റും പരിചയമായ ദൈവത്തിന്റെ പരിപാലകൻ, ദൈവം നമ്മുടെ സങ്കേതം, ദൈവം നമ്മുടെ വിലയുള്ള ഗോപുരം. ഈ രാവിലെ നമ്മുടെ സങ്കേതമായ പരിപാലകനായ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ അവിടെ വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല എന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ എല്ലാം ദൈവം തന്നെയാണ്. ദൈവം അനുവദിക്കാവുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. തല ഉയർത്തുന്നത് ദൈവം. 66 സങ്കീർത്തനം വായിക്കുമ്പോൾ മനുഷ്യനെ തലമേൽ കയറി ഓടിക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ ചവിട്ടിത്താഴുന്ന വർത്തമാനങ്ങള്, അപമാനിക്കുന്ന അനുഭവങ്ങള്, നിന്ദിക്കുന്ന അനുഭവങ്ങള്, തല കുനിപ്പിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പറയട്ടെ, തല ഉയർത്തുന്ന ഒരു മഹാദൈവം നമുക്ക് വേണ്ടി രാവിലെ ഉള്ളതിനായി സ്തോത്രം ചെയ്യാം. എവിടെയാണോ നിന്നെ അപമാനിച്ചത്, എവിടെയാണോ ആക്ഷേപിക്കപ്പെട്ടത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, അവിടെ തന്നെ നിന്റെ തല ഉയർത്തുന്ന ദൈവത്തിന്റെ കരം. സഹോദരന്മാരെ, ദേവദാസന്മാരെ, ഞാൻ നീ എന്നുള്ള വാക്ക് പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ. നമ്മുടെ നാടൻ പാചക പറഞ്ഞ കായംകുളങ്ങാരുടെ പാചക പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമാണ്, തല ഉയർത്തും, തല ഉയർത്തും. എവിടെ അപമാനിക്കപ്പെട്ടു അവിടെ തന്നെയാണ്. എവിടെയാണോ ദീർഘവർഷം പാർത്തത്, എവിടെയാണോ ദീർഘവർഷം അനേകർ ശ്രദ്ധിച്ചത്, ആ മേഖലയെ തന്നെ തല ഉയർത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മഹത്വമായ സഖറിയാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. സഖറിയാ പ്രവചനം 2:5. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യെരൂശലേം മതിലെ മനുഷ്യരുടെയും യെരൂശലേമിന്റെ മതിലുകൾ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ഞാൻ നടുവിൽ എന്തായിരിക്കും? മഹത്വമായിരിക്കും. ഇസ്രായേൽ അവൻ പിന്മാറ്റത്തിലും പാപത്തിലും മ്ലേച്ഛതയിലും അന്യാരാധനയിൽ പോയപ്പോൾ വ്യത്യസ്ത നിലകളിൽ പ്രവാസത്തിലേക്ക് 3 ഘട്ടങ്ങളായി പോകേണ്ടി വന്നു. എന്നാൽ ശത്രു സൈന്യം പല പ്രാവശ്യമായി പൊളിച്ചടുക്കി. എന്താ കാരണം? പൊളിച്ചടുക്കാൻ കാരണം പിന്മാറ്റമാണ്. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും 2 നിലയിൽ വ്യത്യസ്തമായ പാപത്തിലേക്ക് പോയി. ഒരു യഹൂദയിൽ തന്നെ ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമേ ദൈവത്തെ സേവിച്ചുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യെരൂശലേമിന്റെ പ്രധാനപ്പെട്ട അവിടെ അഭിമാനമായ മതിൽ പൊളിയപ്പെട്ടു. നെഹെമ്യാവിന്റെ കാലഘട്ടത്തിലാണല്ലോ ആ പണി പൂർത്തീകരിക്കാൻ സ്ഥാനപ്പെടുത്തിയത്. എങ്കിലും ഇന്നും പൊളിയപ്പെട്ട് കിടക്കുന്നു. യഹൂദന്റെ അഭിമാനമാണ് ഒരു മതിലിന്റെ ഭാഗം. അവൻ നെറ്റിയിടിച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നു, യഹോവേ വരണമേ, പ്രവർത്തിക്കണമേ എന്ന്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, ഇസ്രായേലിന്റെ മതിൽ പൊളിഞ്ഞു കിടന്നാലും മനുഷ്യന്റെയും മൃഗങ്ങളെയും ബഹുത്വ നിമിത്തം അകത്ത് വരാതിരിപ്പാൻ മതിൽ കെട്ടി പരിപാലിക്കുന്ന ദൈവസ്ഥാനത്ത്. ഇവിടെ പറയുന്ന മതിൽ കൽമതിലല്ല, പാറയുടെ മതിലല്ല, കോൺക്രീറ്റ് മതിലല്ല. ഒരു മതിലിന്റെ കാര്യം തീ മതിലാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് ഈ വാക്യം വായിച്ചപ്പോഴേ. ഈ പരിശുദ്ധാത്മാവിൽ തീയുണ്ടോ എന്ന് പറയുന്ന ബിരുദന്മാരുണ്ട്. ഇവർ ഈ വേദവാക്യം ഒന്നും വായിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഈയോവിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. എന്തോ വേലിയാ? മുള്ളുവേലിയല്ല. അഗ്നി മതിലിട്ട് പരിപാലിക്കുന്ന ദൈവ സാന്നിധ്യം. എത്ര ശ്രേഷ്ഠമായ ദൂതുകളാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ. നാം ഇവിടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ ഭാഗങ്ങളായിരിക്കുമ്പോൾ, നിങ്ങളുടെ ചുറ്റും പരിചയമായവൻ, നിങ്ങളുടെ ചുറ്റും തീമതിലായിരിക്കുന്നവൻ, ഈ ജഡിയെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു പരിപാലനം എന്റെ നിങ്ങളുടെ യാത്രകളിൽ ഒന്ന് രാവിലെ ഉള്ളതിനായി സ്തോത്രം പറയുകയാണ്. എന്റെ കുഞ്ഞിന്റെ അടുത്ത് ആരുമില്ലല്ലോ, എന്റെ മോന്റെ അടുത്ത് ആരുമില്ലല്ലോ, എന്റെ കുഞ്ഞോടത്ത് ആരുമില്ലല്ലോ,
ഒന്നും ചിന്തിക്കല്ലേ. സ്വപ്നം അവിടെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവഭക്തനാണെങ്കിൽ നിശ്ചയമായിട്ടും ആമേ തീ മതിലിട്ട് പരിപാലിക്കുന്ന ദൈവപരിപാലനം. നമുക്കറിയാം ആരാം സൈന്യം ആമ എലീശായെ ചുറ്റിയപ്പോൾ കൃത്യന് നല്ല വെളിപ്പാടൊന്നും ഇല്ലല്ലോ. ഈ കൃത്യം പറഞ്ഞ എന്താണ്? യജമാനേ ആ പടക്കൂട്ടം വന്ന് നിൽക്കുന്നു. പക്ഷേ പ്രവാചകൻ ദൈവത്തോട്, കർത്താവേ ഇവന്റെ കണ്ണ് തുറക്കണമേ. ആദ്യം പറഞ്ഞു ആമേൻ, അവരോടൊപ്പം ഉള്ളതിനേക്കാൾ അധികം നമ്മോടൊപ്പം ഉണ്ട്. ഒരു കാര്യം ഓർക്കണം, പക്ഷെ ലോകത്തിന്റെ മനുഷ്യനെ ഒന്നും കണ്ട് നീ പഠിക്കണ്ട. അവരെത്ര ബഹുഭൂരിപക്ഷമാണെങ്കിലും അവരോടൊപ്പം ഉള്ളതിനേക്കാൾ അധികം നിന്നോടൊപ്പം ഉണ്ടെന്ന് നിന്റെ ജീവിത അനുഭവത്തിലൂടെ വെളിപ്പെടാൻ പോകുന്ന കാലങ്ങൾക്കായി സ്തോത്രം പറയുകയാണ്. നീ ഒറ്റയ്ക്കല്ല സഹോദരന്മാരെ, നീ ഒറ്റയ്ക്കല്ല. ന്യൂസിലാൻഡിൽ പോകുമ്പോൾ, ആമേ ഗുജറാത്തിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ, ആമേ പ്രൈസ് ഗോഡ്, ആമേ അല്ലെങ്കിൽ USA പോകുമ്പോൾ, അല്ലെങ്കിൽ ആഫ്രിക്കയ്ക്ക് പോകുമ്പോൾ, നോർത്ത് ഇന്ത്യക്ക് പോകുമ്പോൾ, എവിടെ പോയാലും നിനക്ക് പരിചയായ ദൈവം, പ്രൈസ് ഗോഡ്, ദൈവത്തിന് മഹത്വം. എലീശ പ്രാർത്ഥിച്ചപ്പോൾ ഭൃത്യന്റെ കണ്ണുറന്നപ്പോ എന്താ സംഭവിച്ചത്? ദൈവദൂതന്മാരുടെ സൈന്യം ഒരു മതില് പോലെ അഗ്നി രഥങ്ങളാ കണ്ടത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പൈശാചിക ശക്തികൾ, ദുരാത്മാവിന്റെ യാപനങ്ങൾ തൊടാതിരിപ്പാൻ, ശത്രു തൊടാതിരിപ്പാൻ, അനാത്മീയ തൊടാതിരിപ്പാൻ, ജഡികന്മാർ തൊടാതിരിപ്പാൻ ഇന്ന് രാവിലെ മതിൽ കെട്ടി പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി നദിയോടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. അവിടെ ആ വാക്യം ഒന്നുകൂടെ വായിച്ച സെക്കൻഡ് 2 4 വാക്യം 5 വാക്യത്തോട് വായിച്ചാട്ടെ. യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറക. കാര്യം പറയാം. ഈ ഇസ്രായേലിന്റെ ബഹുത്വം ശരിക്കും എനിക്ക് മനസ്സിലായത് ഇസ്രായേലിന്റെ പാപം നിമിത്തം, പാപത്തിന്റെ ബഹുത്വം. നമ്മൾ ഈ ദൈവകൃപയിൽ നിന്ന് പോയാൽ, പിന്മാറിപ്പോയാൽ കൈവിട്ട് കളയും ദൈവം. മനസ്സിലായോ? 1 ദൈവം കുറ്റഭാവം തന്നു, 2 കുറ്റഭാവം തന്നു, 3 കുറ്റഭാവം തന്നു. യഥാസ്ഥാനപ്പെടാത്ത എത്രയോ സംഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം കൈവിട്ട് കഴിഞ്ഞിട്ടാണ് ദൈവത്തിനെ ആശ്രയിക്കുന്നത്. നോ, ഒരു ചിന്ത, ഒരു പ്രലോഭനം, ഒരു വശീകരണം, ഒരാഗ്രഹം സാത്താൻ കൊണ്ടുവരുമ്പോൾ അതിനെ മരിപ്പിച്ച് അതിന്മേൽ ജയമെടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകണം. എല്ലാം കഴിഞ്ഞ് സകലവും പൊളിച്ചടുക്കി കഴിഞ്ഞല്ല ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. നിങ്ങൾ ഓർപ്പിക്കും, ഒന്നീ വായനയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു പാട്ടിലൂടെ ആയിരിക്കും, ഒരു സംഗീതത്തിലൂടെ ആയിരിക്കും പാപവാദം വരുത്തുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും. പക്ഷെ അതിനൊക്കെ യഥാസ്ഥാനപ്പെടാൻ കഴിയുന്നില്ലെങ്കിലുണ്ടല്ലോ ഇതാണ് ഈ ദിനത്തിന്റെ പാപബഹുത്വം നിമിത്തം അതില്ലാതെ കിടക്കും. എന്നാൽ ഞാൻ അതിനെ ചുറ്റും. എന്നാൽ ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടേ. കാരണം ഇതിലൊക്കെ ഭയങ്കര സംഭവമാണ്. ഇത് അബ്രഹാമുടെ വാഗ്ദത്തമാണ്. അബ്രഹാം എന്ന ഒരു ഒറ്റ മനുഷ്യരുടെ വാഗ്ദത്തം ഇന്നും ഇസ്രായേൽ മേലുള്ള സംരക്ഷണം. ഇന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. പാലസ്തീൻ ആക്രമിച്ചു, ഹമാസ് എന്ന വലിയ തീവ്രവാദ ഗ്രൂപ്പ്. അപ്പൊ യമനിൽ നിന്ന് അപ്പുറത്തുനിന്ന്, പിന്നെ ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ള, ഇറാനിൽ നിന്ന് വേറെ, പിന്നെ ഖത്തറിൽ നിന്ന് വേറെ സപ്പോർട്ട്. കോടികളാണ് വാരിയെറിഞ്ഞത്, കോടികൾ. പക്ഷെ ദൈവം ഉണ്ടല്ലോ, ഇന്നും ഇസ്രായേലിനെ സംരക്ഷിച്ച കാര്യം ഒരൊറ്റ മനുഷ്യരുടെ നീതിയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തെ സേവിക്കുന്ന ഒരൊറ്റ വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഓർക്കുന്ന ദൈവപരിപാലനം ഇന്നും ഉള്ളതിനായി സ്തോത്രം പറയുകയാണ്. ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഓർത്തോണം, ഇത് വെറുതെ ഒരു പ്രാർത്ഥനയല്ല, എന്തെങ്കിലും ഷോ കാണിക്കാൻ വേണ്ടിയോ നമ്മൾ പത്രമാധ്യമ പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയല്ല. ഇത്ര ബന്ധപ്പെട്ട പ്രാർത്ഥനയാ. ശുശ്രൂഷ കഴിഞ്ഞ യുവദാസന്മാർ, ദൈവമക്കൾ വെളുപ്പിന് എഴുന്നേറ്റ് ഈ നല്ല ഉറക്ക സമയത്തിന് അതെല്ലാം മാറ്റിവെച്ചൊരു യാഗമാണ്. ഇവിടെ വന്നൊരു സ്തോത്രം പറഞ്ഞാലുണ്ടല്ലോ, അത് നിശ്ചയമായും ഇതിന് വിടുതൽ സംഭവിക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അത് മാത്രമല്ല, 24 മണിക്കൂർ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരന്മാർ അവയെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആന്റി അവയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സിന്ധു അനുഗ്രഹിക്കട്ടെ.
എനിക്ക് എപ്പോഴും കയറി പ്രാർത്ഥിക്കാൻ, പക്ഷെ എന്റെ വൈഫ് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവൻ പറയട്ടെ, ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ നിശ്ചയമായിട്ട് എന്റെ മഹത്വം വെളിപ്പെടുത്തും. ദൈവശക്തി വ്യാപരിക്കും. 24 മണിക്കൂർ പ്രാർത്ഥന പറയട്ടെ. നിർണയ പരിപാടിയിൽ യാതൊരു പ്രതിഫലം വെച്ചേ കൂടാതെ ദൈവസ്ഥ നിൽക്കുന്ന ഓരോരുത്തരും പറയട്ടെ, നിന്റെ ഭവനത്തിന് നിന്റെ തലമുറ ചുറ്റും മതിലായിരിക്കും, മാത്രമല്ല മഹത്വമായിരിക്കും. ദൈവം മഹത്വമായിരിക്കും. ഇസ്രായേലിന് മഹത്വം പോയപ്പോൾ കാരണം എന്താണ്? ഏലി പുരോഹിതന്റെ മക്കൾ പാപം ചെയ്ത നിമിത്തമാണ് മഹത്വം പോയത്. ഈ രാവിലെ ദൈവമഹത്വയുടെ കുടുംബങ്ങൾ നിലനിൽക്കട്ടെ. ജീവിതയാത്രയിൽ മഹത്വം കൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ഗോഡ്. ദൈവ സാന്നിധ്യം പകരട്ടെ. രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ നമ്മെ പ്രാരംഭത്തിൽ പാസ്റ്റർ ജെയിംസ് വർഗീസ് ലീഡ് ചെയ്തല്ലോ. മനോഹര ഗാനങ്ങൾ പാടുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവത്തിന് മഹത്വം. ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഫിലിപ്പ് ജോൺ അവരുടെ പ്രാർത്ഥിക്കുകയും പാസ്റ്റർ ജോൺ മാത്യുച്ചായൻ ആശ്വാദം പറയുകയും ചെയ്യുമല്ലോ. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുകയും മാറിക്കട്ടെ. തുടർന്നുള്ള യാത്രയിൽ സൂക്ഷിക്കട്ടെ. അപ്പൊ ഇതുപോലെ സ്ഥലങ്ങൾക്ക് ആരാധന ശുശ്രൂഷയൊക്കെ ഉണ്ടല്ലോ. എനിക്ക് രാവിലെ പാലായിക്ക് പോകണം. ഇവിടുത്തെ 2.5 മണിക്കൂർ യാത്രയുണ്ട്. 6:30 പോയി 8 മണിക്ക് 8:30 അവിടെ ആരാധന. ആരാധനയിൽ പങ്കെടുക്കാൻ പോണം. പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സമത്വം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു. രാവിലെ ഉണരുവാനും പ്രാർത്ഥിപ്പാനും അങ്ങനെ സ്തുതിപ്പാനും ഒക്കെ തന്നെ അവസരത്തിനായി സ്തോത്രം. നല്ല നല്ല സാക്ഷ്യങ്ങൾ അവിടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ തന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് ചുറ്റും പരിചയം ഉയർത്തുന്നവരായി കൂടെയുള്ളവരായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽ ജോലിച്ചത് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന ശേഷാൽ ഞങ്ങളുടെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൻകാലത്തെ ആരാധനകൾക്കായി സ്തോത്രം. സകലത്തിലും കർത്താവേ, അങ്ങയുടെ നാമം മഹത്വം എടുക്കണമേ. ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പാനുള്ള ബലവും കൃപയും നൽകണമേ. ഞങ്ങളുടെ യാത്രകളെ സഫലമാക്കണമേ. ആത്മനിറവിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവെ അവിടുന്ന് ചെയ്യണമേ. ഞങ്ങളുടെ ദാസന്മാരെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കണമേ. വഴി നടത്തണമേ. വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. രോഗദുഃഖാദികൾ ആപത്തകർച്ചകളെല്ലാം വിടുവിക്കണമേ. പരിശുദ്ധനായ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ജോൺ സംഗ്രേശൻ ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.